ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് റോസസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ തന്നെ ഒന്നാമതായിട്ട് മിനി റോസാണ് പഠിക്കുന്നത് കേട്ടോ. മിനി റോസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു ചുവട് വരച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഹാഫ് റൗണ്ട് പെറ്റൽസുകളാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. ഈ പെറ്റൽസ് വരയ്ക്കുമ്പോൾ ഒന്നിന് മുകളിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതായത് പെറ്റലിൻ്റെ ആ ഒരു കുറച്ച് മുന്നേ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് തുടങ്ങിയാണ് ഓരോന്നിൻ്റെ മുകളിലായി വേണം പെറ്റൽസുകൾ വരച്ചു കൊടുക്കുക. ഇതുപോലെ 4 എണ്ണം വേണമെങ്കിലും 3 എണ്ണം 5 എണ്ണം എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇനി രണ്ടാമതായിട്ട് മിനി റോസിൻ്റെ കുറച്ച് വലുപ്പമുള്ളതാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഒരു സോള് വരച്ചു കൊടുക്കുക. എന്നിട്ട് മിനി റോസ് വരച്ചെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ടാണ് വരയ്ക്കേണ്ടത്. അതായത് പെറ്റലിൻ്റെ ആ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കൂടി വരയ്ക്കാതെ ഓരോ പെറ്റലിൻ്റെയും മുകളിലായിട്ട് വേണം വരയ്ക്കാൻ, എങ്കിലാണ് ഭംഗി. ഇതുപോലെ എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ഷെയ്ഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് വരച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഫ്ലവർ ഇരിക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം. ആദ്യം ഒരു സോൾ വരച്ചിട്ട് മിനി റോസ് വരച്ചിട്ട് കണ്ടില്ലേ, അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഫ്ലവർ വരച്ച് വരുന്നുണ്ട്. ഇത് വേറൊരു റോസ് ഫ്ലവറാണെന്ന് നമ്മൾ പഠിച്ചിട്ടോ. ഇനി മൂന്നാമതായിട്ട് കുറച്ച് ഒറിജിനലായിട്ട് തോന്നിക്കുന്ന ഫ്ലവർ തന്നെയാണ്. അതിനായിട്ട് ആദ്യം ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു ട്രയാങ്കിളോ റൗണ്ടോ ഒക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് സൈഡിലായിട്ട് ഇതുപോലത്തെ സീ പെറ്റൽസ് വേണം വരച്ചു കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടുണ്ടോ ചെറിയൊരു റൗണ്ട് ഷേപ്പിലെ പെറ്റൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന സീ പെറ്റലിൻ്റെ നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം അടുത്ത സീ പെറ്റലിൽ വരയ്ക്കാൻ. താഴെയുള്ള പിന്നെ ഒരു വലിയ പെറ്റൽ വരയ്ക്കുക. ഈ ഒരു മെത്തേഡിൽ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാൻ. സാധാരണ 2 ലെയറാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഷെയ്ഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്ലവർ തന്നെ 2-3 ദിശയിൽ നിന്നൊക്കെ തിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വരയ്ക്കണം, എങ്കിലാണ് കൂടുതൽ ഭംഗി. ഏതൊരു ഫ്ലവറും ഒറ്റയ്ക്ക് കാണുമ്പോൾ ഭംഗിയൊന്നും കാണില്ല കേട്ടോ. പിന്നെ ഇത് ഷെയ്ഡ് ചെയ്യുമ്പോൾ പെറ്റലിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പെറ്റലിൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് വരുന്ന രീതിയിലാണ് ഷെയ്ഡ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഔട്ട്ലൈൻ ചെറുതായിട്ടൊന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഫ്ലവർ ഇതുപോലത്തെ തന്നെ വരയ്ക്കുന്നതാണ്. പല ആംഗിളിൽ നിന്ന് ഒരുമിച്ച് വരയ്ക്കുമ്പോഴാണ് കാണാൻ ഭംഗി. അപ്പോൾ നിങ്ങളും പല ആംഗിളിൽ നിന്ന് ഫ്ലവർ വരയ്ക്കുന്ന രീതികളൊക്കെ പഠിക്കണം. ഏതൊരു ഫ്ലവർ ആയാലും പല ആംഗിളിൽ നിന്ന് ഒരുമിച്ച് വരയ്ക്കുമ്പോഴാണ് അത് കൂടുതൽ ഒറിജിനാലിറ്റിയും കിട്ടുകയുള്ളൂ. ഫ്ലവർ മാത്രമായി വരച്ചാലും അത്ര ഭംഗിയൊന്നും കാണില്ല. അതുകൊണ്ട് 3 ലീഫും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നാലാമതായിട്ടും ചെയ്യുന്നത് ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഫ്ലവർ തന്നെയാണ്. ഇതിനായിട്ട് അതേ ഒരു സോള് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 3 വരച്ചു കൊടുക്കുക. ഈ പെറ്റൽ വരച്ച് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല, നമുക്ക് തോന്നുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം. കുറച്ച് വേവി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ആദ്യം ഒരു 3 പെറ്റൽ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. പിന്നെ ഇൻകംപ്ലീറ്റഡ് അല്ല എന്ന് തോന്നിയാൽ അവിടെയും പെറ്റൽസൊക്കെ കൊണ്ട് ജോയിൻ ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ലുക്ക് കൊണ്ടുവരിക. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ ചെറുതായി ഒന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ പെറ്റലുകളും ഓരോ രീതിയിലാണ് വരുന്നത്. ഒറിജിനലുള്ള ഫ്ലവറും അതുപോലെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് വരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി 5ാമതായിട്ട് വരയ്ക്കുന്നത് ഒരു സോള് തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ബലൂണിൻ്റെ ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നായിട്ടും ഇതുപോലെ ചരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ പെറ്റൽ വരച്ചു കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നടുവിൽ നിന്ന് തുടങ്ങി 3 പെറ്റലുകൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് വലിയൊരു പെറ്റൽ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ടും പിന്നെ സൈഡുകളിലായിട്ട് ഇതുപോലത്തെ റൗണ്ട് പെറ്റലുകളും വരച്ച് നമുക്കതിനെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി അതിനെ എന്ത് ചെയ്യാം, ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നതായാലും നമ്മൾ നേരത്തെ വരച്ച ഫ്ലവർ ഷെയ്ഡ് ചെയ്യുന്നതായാലും അവിടെ ഇവിടെയൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എങ്കിലാണ് കൂടുതൽ ഒറിജിനാലിറ്റി കിട്ടുന്നത് പോലെ തോന്നുള്ളൂ. പിന്നെ പെറ്റലിൻ്റെ ചരിഞ്ഞ് വരുന്ന രീതികളിലൊക്കെ ആയിട്ട് ഷെയ്ഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി 6ാമതായിട്ട് ചെയ്യുന്നത് ഒരു സോള് തന്നെയാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് സീ പെറ്റൽസ് നമ്മൾ വരച്ചു കൊടുത്തില്ലേ, അതുപോലെ സീ പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഈ സീ പെറ്റൽസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടാവും, ഇതുപോലെ പൊങ്ങി നിൽക്കണം, കണ്ടില്ലേ? അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു റോസ് ഫ്ലവർ കിട്ടും. പിന്നെ ഷെയ്ഡും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന പോലെയുള്ള ഒരു റോസ് ഫ്ലവർ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു സോള് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 3 വരുന്ന ഒരു മിനി റോസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കൊടുക്കുന്ന ഫൈനലായിട്ടുള്ള പെറ്റലുകളെല്ലാം വലുതായിരിക്കണം, നല്ല വലുതായിരിക്കണം. പിന്നെ കണ്ടില്ലേ, സൈഡിൽ നിന്ന് എങ്ങോട്ടാണ് ഒരേ ഡയറക്ഷനിൽ വേണം ഷെയ്ഡ് ചെയ്തെടുക്കാൻ. ഏത് സൈഡിൽ നിന്നാണോ ഷെയ്ഡ് ചെയ്യുന്നത് ആ സൈഡിൽ നിന്ന് തന്നെ മറ്റേ പെറ്റൽസുകളും എല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ 2ാമത്തെ ലെയർ വരുമ്പോൾ നേരെ തിരിച്ചാണ്, ഏത് വശത്ത് നിന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ 3ാമത്തെ ലെയർ വരുമ്പോൾ നമ്മൾ ആദ്യം ഷെയ്ഡ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. 8ാമതായിട്ട് ആദ്യം മുട്ട് പോലെ വന്നിട്ട് പിന്നെ പിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഇതിനും സോള് തന്നെയാണ് ആദ്യം വരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ 3 വരയ്ക്കുന്നതിൽ ആദ്യം വരയ്ക്കുന്ന 3 പെറ്റൽസിന് വലിയ ഷേപ്പൊന്നുമില്ല. സൈഡിൽ വരയ്ക്കുന്ന ഇതുപോലെ കൂർത്തിട്ടുള്ള 2 പെറ്റൽസും മുകളിലായിട്ട് ഇതുപോലെ പെറ്റൽസും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ലീഫിൻ്റെ ആകൃതിയിലുള്ള 5 പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഔട്ട്ലൈനും ഡാർക്കൈനും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒമ്പതാമതായിട്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാം. ആദ്യം ഒരു സോള് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് 3 ഇതുപോലത്തെ പെറ്റൽ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് റൗണ്ട് പെറ്റൽസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ റോസ് ഫ്ലവറിൻ്റെ ചെറിയ ലുക്ക് തരുന്ന ഒന്നാണ്.
ഷെയ്ഡ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിനും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. പത്താമത്തെ ഫ്ലവർ നമ്മളൊരു ജിയർ ഡ്രോപ്സ് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു ബലൂണിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 പെറ്റൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി 3 പെറ്റലുകൾ വരച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ. ഇനി അതിൻ്റെ മുകളിലായിട്ട് 5 പെറ്റൽസാണ് വരച്ചെടുക്കുന്നത്. അതായത് 2, 3, 5 അങ്ങനെ കൂടി പോവാം. നമുക്ക് എത്രത്തോളം പെറ്റൽസ് വേണോ അത്രത്തോളം രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡുകളിലായിട്ട് മാത്രം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കിനും കൂടി ചെയ്തെടുക്കാം. പിന്നെ ഒരു മടക്ക് വരുന്ന രീതി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും ഷെയ്ഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി അടുത്തതായിട്ടും കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ഫ്ലവർ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു സോള് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലവ് പെറ്റലും വരച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു കർവ് പോലെ വരുന്ന പെറ്റലും വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ 3 പെറ്റൽസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലത്തെ ലീഫ് പെറ്റൽസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഷെയ്ഡ് ചെയ്ത് ഔട്ട്ലൈനും ചെറുതായിട്ട് ഡാർക്കെയിനും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 12ാമതായിട്ട് ചെയ്യാൻ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റോസ് ഫ്ലവറാണ് കേട്ടോ. അതിനായിട്ട് ഇങ്ങനെ ആദ്യം ഒരു സോള് പോലെ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബലൂണിൻ്റെ ഷേപ്പ് കൊണ്ടുവരിക. എന്നിട്ട് താഴെ ഒരു വര എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതുപോലെ കൊണ്ടുവരിക കേട്ടോ ലീഫ്. എന്നിട്ട് താഴെ കണ്ടില്ലേ കുടം പോലെ കൊണ്ടുവന്നിട്ട് അവിടെ ആ ബലൂണിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒരു വള്ളി പോലെ കൊടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് ഇതുപോലത്തെ കൂർത്ത പെറ്റൽസ് ചെയ്യുക. താഴെയായിട്ട് ഇതുപോലെ ഉള്ള കൂർത്ത പെറ്റൽസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡുകളിലായിട്ട് ഇതുപോലെ പെറ്റൽസുകൾ കൊണ്ട് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ ഇത് നമുക്കൊരു 3D ലുക്ക് തരുന്ന ഒരു റോസ് ഫ്ലവറാണ്. നമ്മൾ പറഞ്ഞല്ലോ കൂടുതലായിട്ടും 3D ലുക്കിലൊക്കെ റോസ് ഫ്ലവർ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊരു 3D ലുക്കുള്ള റോസ് ഫ്ലവറാണെന്നൊക്കെ പറയാം. ഷെയ്ഡ് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനത്തെ പെറ്റൽ ഷെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഇട്ടൊക്കെ ഒന്ന് പെറ്റൽസ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ടും ഒരു നല്ല വലിയ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം ഒരു സോള് വരയ്ക്കുക. എന്നിട്ട് 2 ലീഫ് പെറ്റൽ സൈഡിലായിട്ട് വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ 2 പെറ്റൽസ് വരച്ചു കൊടുക്കുക. സൈഡുകളിലായിട്ട് 2 പെറ്റൽസ് വരച്ചിട്ട് മുകളിലായിട്ട് 3 പെറ്റൽസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് സാധാരണ പോലെ നമ്മൾ വരയ്ക്കുന്ന പെറ്റൽസുകളൊക്കെ കൊണ്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിനും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു സോള് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ കൂർത്ത പെറ്റലുകളാണ് വരച്ചു കൊടുക്കേണ്ടത്. 2 എണ്ണം വരച്ചു കൊടുക്കുക. സൈഡിലായിട്ട് 2 റൗണ്ട് പെറ്റൽസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിലായിട്ട് ഇതുപോലത്തെ ലീഫിൻ്റെ രീതിയിൽ വരുന്ന പെറ്റൽസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഷെയ്ഡ് ചെയ്യുക. ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിനും കൂടി ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡുകളിലായിട്ട് ഇതുപോലെ ചെറിയ വരകളും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ചെറിയ ഓവൽ ഷേപ്പിലുള്ള ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് ട്രയാങ്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 റൗണ്ട് പോലത്തെ പെറ്റൽസ് വരച്ചിട്ട് അതിൻ്റെ താഴെയും മുകളിലായിട്ട് ഇതുപോലെ 2 പെറ്റൽസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി പെറ്റൽസുകളൊക്കെ കൊണ്ട് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഷെയ്ഡ് ചെയ്ത് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിനും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു സോള് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ടെയിൽ പോലെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഭാഗത്ത് 2 ലീഫ് പോലത്തെ പെറ്റൽസ് കൊണ്ടുവരിക. എന്നിട്ട് താഴെ സീ പെറ്റൽ ചെയ്യുക. മുകളിലായിട്ട് 2 പെറ്റൽസ് കൊടുക്കുക. എന്നിട്ട് റൗണ്ട് പെറ്റലും കൊടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ പെറ്റൽസുകൾ കൊണ്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിനും കൂടെ ചെയ്തെടുക്കാം. 17ാമതായിട്ട് ഒരു സോള് വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ഇതുപോലെ 2 ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് 2 ലീഫും പെറ്റൽ വരച്ചെടുത്തിട്ട് ഇതുപോലെയുള്ള പെറ്റൽസുകളൊക്കെ വരച്ചിട്ട് ഒരു തണ്ടും ലീഫും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഷെയ്ഡ് ചെയ്യാം. ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിനും കൂടി ചെയ്ത് കൊടുക്കാം.
ഇനി അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലത്തെ പെറ്റൽ ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് 2 സീ പെറ്റൽ ചെയ്തിട്ട് മുകളിലായിട്ട് ഒരു റൗണ്ട് പെറ്റൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള പെറ്റൽ ചെയ്തെടുക്കുക. 5 എണ്ണമാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഒരു മുട്ട് പോലെ തോന്നിക്കുന്ന ഒരു ഫ്ലവറാണ്. ഷെയ്ഡ് ചെയ്ത് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കനും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ചരിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഒറിജിനൽ ഫ്ലവർ പോലെ വരച്ചെടുക്കാം. അതിനായിട്ടൊരു കണ്ണും പോലെ വരച്ചെടുക്കുക. അതിൻ്റെ നടുവിലായിട്ടും അതുപോലെ വരച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 2 കുടം പോലെ കൊണ്ടുവന്നിട്ട് സൈഡിലായിട്ട് 2 പെറ്റൽ പോലെ വരച്ചെടുക്കുന്നുണ്ട്. താഴെ അതിൻ്റെ തണ്ട് പോലെ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ തണ്ടും 2 ലീഫും വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കൈനും കൂടെ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ആദ്യം ഒരു സോൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 2 പെറ്റൽസ് വരച്ചു കൊടുക്കുക. താഴെ നിന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ സീ പെറ്റൽ വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു റൗണ്ട് പെറ്റലും എന്നിട്ട് ഇതുപോലെ മുനമ്പ് കൂർത്തിട്ടുള്ള പെറ്റൽസുകൾ അങ്ങനെ താഴെയായിട്ട് ജോയിൻ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഔട്ട്ലൈനായിട്ട് വലിയ പെറ്റലുകളാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതൊരു ലവ് ഷേപ്പ് പോലെയുള്ള പെറ്റലുകളാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഷെയ്ഡ് ചെയ്ത് ഔട്ട്ലൈനും ഡാർക്കൈനും കൂടെ ചെയ്തെടുക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.